കോഴിക്കോട് പന്തീരങ്കാവിലെ NHA ടോൾ പ്ലാസയിൽ ജനങ്ങളോട് അധിക്ഷേപകരമായി പെരുമാറിയ സംഭവത്തിൽ മന്ത്രി പി മുഹമ്മദ് റിയാസ് ഇടപെട്ടിരിക്കുന്നു. ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ദേശീയപാത അതോറിറ്റിയോട് അടിയന്തരമായി സംസാരിക്കുവാൻ PWD സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ജീവനക്കാർ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന് മനസ്സിലാക്കി മലപ്പുറം കോഴിക്കോട് മറ്റു നാട്ടിൽ ചെയ്യണ പോലെ ഈ നാട്ടിൽ ചെയ്താലോ എന്നെ അടിച്ച് ഞാൻ കണ്ടതാ അതിന്റെ ഉള്ളിൽ കൈ കടിക്കുന്ന കണ്ടതാ. എന്താ വിചാരിച്ചേ എടാ ഈ നാട്ടില് പോയി അടിച്ചു ഞാൻ കണ്ടതാ. വിടൂലട്ടാ, ഇത് നാട് വേറെയാണ് ട്ടാ, മനസ്സിലായിക്കോ. ഇപ്പോൾ സിനോജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കൈയിട്ട് അങ്ങനെ അടിച്ചു. ഈ ടോൾ പ്ലാസയിൽ നിൽക്കുന്ന ആൾക്കാരെന്താ ഗുണ്ടകളാ? ഹരികുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പിരിവ് ആരംഭിച്ചതിന് ശേഷം മിക്ക ദിവസങ്ങളിലും അവിടെ തർക്കങ്ങൾ നടക്കാറുണ്ട്. രണ്ട് കാരണങ്ങളാണ് തർക്കത്തിന് ഇടയാക്കുന്നത്. ഒന്ന്, വലിയ നീണ്ട ക്യൂ വരുന്ന സമയത്ത് പുറകിലുള്ള വാഹനത്തിലുള്ള ആളുകൾ ഹോൺ അടിക്കും, വേഗത്തിൽ വാഹനം കടത്തിവിടാൻ ആവശ്യപ്പെടും. ചില സമയത്തൊക്കെ തന്നെ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ തന്നെ എടുക്കാറുണ്ട് പൈസ കൊടുത്ത് കടന്നു പോകാൻ. ചില ഘട്ടത്തിലൊക്കെ തന്നെ ഈ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ തന്നെ ആ സ്കാനറിൻ്റെ അടുത്ത് വാഹനം നിർത്തുമ്പോൾ പ്രത്യേക പൊസിഷനിൽ ദൂരത്തിൽ നിർത്തിയില്ലെങ്കിൽ ആ സ്കാനിങ് നടക്കാറില്ല. ചില ആളുകൾ മുന്നോട്ട് കയറ്റി നിർത്തും, ചില ആളുകൾ പുറകോട്ട് നിർത്തും. ആ ഘട്ടത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ഇടയിൽ ചിലപ്പോൾ സാങ്കേതിക പ്രശ്നം വന്ന ആ വാഹനം തടഞ്ഞു നിർത്തും. ബാരിയർ തന്നെത്താനെ അത് അവിടെ നിന്ന് ഒഴിവാകാറുണ്ട്. ആ ഘട്ടത്തിൽ ഡ്രൈവർ വാഹനം എടുത്ത് മുന്നോട്ട് പോകും. അങ്ങനെ തർക്കമുണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കാർ യാത്രക്കാരൻ കാർ മുന്നോട്ടെടുത്തതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ആ കാർ യാത്രക്കാരനെ ടോൾ പ്ലാസയിലെ ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് പറയുന്നത്. കാറിന്റെ ഗ്ലാസിലേക്ക് ബലമായി ഇടിച്ചു. അതിനുശേഷം കൈയിട്ട് അകത്ത് വെച്ച് ഡ്രൈവർ അടിച്ചു എന്നാണ് മറ്റ് യാത്രക്കാരും അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അത് വലിയ തർക്കത്തിനും സംഘർഷത്തിനും കാരണമായി. അങ്ങനെയാണ് മന്ത്രി തന്നെ ഇടപെട്ടിരിക്കുന്നത്. ടോൾ പ്ലാസയിലെ ജീവനക്കാരോട് മാന്യമായി പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രി. ഒപ്പം തന്നെ PWD സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ദേശീയപാത അതോറിറ്റിയുമായി സംസാരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ദേശീയപാത അതോറിറ്റി നൽകിയ കരാറുകാരാണ് ഇവിടെ ടോൾ പിരിവ് നടത്തുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഭൂരിഭാഗം തൊഴിലെടുക്കുന്നത്. കേരളത്തിൽ പുറത്തുനിന്നുള്ള ഒരു കമ്പനിയാണ് ടോൾ പിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് ഒരു ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാർ ടോൾ പ്ലാസിലെ ജീവനക്കാരെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മിക്ക ദിവസങ്ങളിലും ഈ ടോൾ പ്ലാസിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ MLA കൂടിയായ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. അനുകുമാർ. ഓക്കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് വിവരം നൽകിയത്. പിന്നെ ടോൾ പ്ലാസ ജീവനക്കാരോടാണ്. അത് ഗുണ്ടായുസൊന്നും ഈ നാട്ടിൽ വേണ്ട കേട്ടാ, ഒന്നും നടക്കൂല.